നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി 6 മാസത്തിന് ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡൻ ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. PV അൻവർ MLA എന്ന നിലയിൽ തികഞ്ഞ പരാജയമായിരുന്നുവെന്നും പശ്ചാത്തപിച്ച് മടങ്ങിയ PV അൻവറിന്റെ പിന്തുണ UDF-ന് ആവശ്യമെന്നും മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് CH ഇക്ബാൽ. നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PV അൻവർ MLA പരാജയമായിരുന്നുവെന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായിരുന്നു. അതിൽ PV അൻവറിനെ നമുക്ക് 2 ഭാഗമായിട്ട് കണക്കാക്കാൻ പറ്റും. ഒന്ന്, ഇടതുപക്ഷത്തിന്റെ MLA ആയി നിൽക്കുന്ന PV അൻവർ. ആ MLA എന്നുള്ള നിലയ്ക്ക് PV അൻവർ വമ്പിച്ചൊരു പരാജയം തന്നെയാണ്, യാതൊരു സംശയക്കാരും. അതിന് അദ്ദേഹത്തിന് ന്യായീകരണങ്ങൾ പറയാനുണ്ടാവും, അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ പറയാനുണ്ടാവും. നമ്മുടെ നാട്ടിൽ വികസന മുരടിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്നതാണ്. ബൈപ്പാസ് ഉൾപ്പെടെയുള്ള അടിസ്ഥാനപരമായ വികസന കാര്യങ്ങളിൽ ഒരു ചെറിയ ഒരു പുരോഗതി പോലും ഉണ്ടാക്കാൻ കഴിയാതെ പോയ 9 വർഷക്കാലമാണ്. അത് വികസന മുരടിപ്പിന്റെ കാലമാണ്. അത് MLA ആയി തുടരുന്ന PV അൻവർ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ കഴിയാതെ നാട്ടിൽ വികസനം കൊണ്ടുവരാൻ കഴിയാത്ത ഒരു കാലമായി ഞങ്ങളത് രാഷ്ട്രീയമായി വിലയിരുത്തുന്നു. പക്ഷേ അദ്ദേഹം ആ ഒരു തെറ്റിനുള്ള പ്രായശ്ചിത്തം അദ്ദേഹം ചെയ്തു. 9 വർഷക്കാലം ഈ ജനങ്ങൾ തന്നിൽ അർപ്പിച്ച വിശ്വാസം അത് പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും താൻ രാഷ്ട്രീയമായി പിന്തുണക്കുന്ന ഒരു മുന്നണിയും അതിൻ്റെ നേതാവും ഈ രാജ്യത്തിന്, നമ്മുടെ നാടിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത വളരെ ജനവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് വെട്ടിത്തുറന്നു പറഞ്ഞ് പശ്ചാത്തപിച്ചുകൊണ്ട് അതിന് വിരുദ്ധമായ രാഷ്ട്രീയ ചേരിയിലേക്ക് തൻ്റെ മനസ്സും പ്രവർത്തനങ്ങളെയും മാറ്റാൻ സന്നദ്ധമായ PV അൻവർ അദ്ദേഹത്തിന്റെ ഒരു നല്ല കാലമായി ഈ രാജിക്ക് ശേഷമുള്ള കാലത്ത് നമ്മൾ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിൽ രാഷ്ട്രീയ രംഗത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഉണ്ടാകണമെന്നാണ് നമ്മുടെ നേതാക്കന്മാരും പാർട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ നടത്തിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലെ എൻ്റെ ഒരു അഭിപ്രായ പ്രകടനം അത് വാസ്തവത്തിൽ രാഷ്ട്രീയമായി നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അത് PV അൻവറിനെതിരെയുള്ള ഒരു വിമർശനം എന്നതിനപ്പുറം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു കൃത്യമായ അതിൻ്റെ ഒരു ത്രെഡ്, മെയിൻ പോയിന്റാണ് ഞാൻ അതിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ഫേസ്ബുക്ക് പോസ്റ്റിലാവുമ്പോൾ അതിന് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. കഴിഞ്ഞ 9 വർഷം ഇവിടെ PV അൻവർ MLA ആയി നിന്ന് ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ വിജയകരമായിരുന്നില്ല എന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. അത് മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലക്കും UDF-ന്റെ നിയോജക മണ്ഡലം ചെയർമാൻ എന്നുള്ള നിലക്കും രാഷ്ട്രീയമായി UDF-ന്റെ നിലപാട് അതുതന്നെയാണ്. ഈ 9 വർഷത്തെ PV അൻവർ MLA-യുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം MLA സ്ഥാനം, നിലവിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സുശക്തമായ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന അദ്ദേഹം ആ MLA സ്ഥാനം വലിച്ചെറിഞ്ഞ് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയത് 9 വർഷത്തെ തൻ്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നില്ല. താൻ ആഗ്രഹിക്കുന്ന പോലെ നാടിനു വേണ്ടി വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ രാഷ്ട്രീയമായൊരു പിന്തുണ ഇടതുപക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം യുദ്ധപ്രഖ്യാപനം നടത്തി വന്നിട്ടുള്ളത്. അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു ചെറിയ ചെറിയ വിഷയങ്ങൾ UDF-ന്റെ സ്ഥാനാർത്ഥികൾ ചില വിഭാഗീയതകൾ പറഞ്ഞുണ്ടാക്കി ആ വിധത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് വാസ്തവത്തിൽ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞാൻ കാണിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് UDF ഉന്നയിക്കുന്നത് അൻവർ കൂടെ വേണം എന്നുള്ള നിലയ്ക്കാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മളുടെ ഒരു നിലപാടും ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വോട്ട് ചെയ്യുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരും കേരളത്തിൽ ആകമാനം ഈ തെരഞ്ഞെടുപ്പിനെ വീക്ഷിക്കുന്ന രാഷ്ട്രീയ ഉത്ബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളും 3 വിഭാഗമായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഒന്ന്, കഴിഞ്ഞ 9 വർഷക്കാലം ഈ നാട്ടിൽ സമാനതകളില്ലാത്ത വിധം നാട്ടിൽ പ്രയാസങ്ങളും കുഴപ്പങ്ങളും കലഹങ്ങളും സാമുദായികമായ സംഘർഷങ്ങളും സാമുദായിക അനാരോഗ്യകരമായ ധ്രുവീകരണങ്ങളും ഒക്കെ ഉണ്ടാക്കി തങ്ങളുടെ അധികാരം നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വളരെ വഴിവിട്ട ഒരു നയനിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പിണറായിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളും ഒരു സംവിധാനങ്ങളും അതൊരു ഭാഗത്ത്. രണ്ടാമതൊരു ഭാഗം ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ നാട്ടിൽ ഇതുപോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകരുത്, സമുദായങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ ഉണ്ടാകരുത്, അതുപോലെ തന്നെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്, സാധാരണക്കാരന് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം, സാധാരണക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ടുകൂടാ, വികസനങ്ങൾ നന്നായി നടക്കണം, എല്ലാ നിലക്കും സാമൂഹികമായും സാംസ്കാരികമായുമുള്ള ഉയർച്ചയും ഉന്നതിയും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന പിണറായിസത്തെ എതിർക്കുന്ന രണ്ടാമത്തെ വിഭാഗം. പിന്നെ മൂന്നാമത്തെ വിഭാഗമുള്ളത്
അവർക്ക് രാഷ്ട്രീയമായി ഒരുപക്ഷെ പിണറായിസത്തോട് താല്പര്യമില്ല, അതല്ലെങ്കിൽ UDF-നോട് താല്പര്യമില്ല, അവർ ഒരു മൂന്നാം ചേരിയാണ്. പക്ഷെ അവർ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ നിലപാട് UDF-ന്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ അവർ പിണറായിസത്തെ ഒരു വളഞ്ഞ വഴിയിലൂടെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ ഈ പിണറായിസ് നാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന CPM-നും ഇടതുപക്ഷത്തിനും പിണറായിക്കുമെതിരെയുള്ള വോട്ടിനെ ഭിന്നിപ്പിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ മൂന്ന് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ ഒരു ജനാധിപത്യ വിശ്വാസിക്കും ഒരു വോട്ടർക്കും നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. UDF പറയുന്നത് ഈ സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്താക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം മാറണം, അതിന്റെ ഭൂരിപക്ഷം പരമാവധി വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിക്കാൻ പിണറായിസത്തിന്റെ എല്ലാ കൊള്ളരായ്മകളെയും കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച PV അൻവറിന്റെ സപ്പോർട്ടും അദ്ദേഹത്തിന്റെ പിന്തുണയും അദ്ദേഹത്തിന്റെ എല്ലാ നിലക്കുമുള്ള സർവാത്മന പിന്തുണക്കുന്ന രൂപത്തിലുള്ള ഒരു സഹായവും UDF-ന് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെയാണ്. ബൈപ്പാസ് ഉൾപ്പെടെയുള്ള വികസന വിഷയങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ PV അൻവർ MLA എന്ന നിലയിൽ പരാജയമായിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് വികസന മുരടിപ്പ് സൃഷ്ടിക്കുകയും സാമൂഹിക സന്തുലിതാവസ്ഥ തകർക്കുകയും ചെയ്ത പിണറായിസത്തിനെതിരെ പടപൊരുതാൻ ഉറച്ച് പുറത്തുവന്ന PV അൻവറിന്റെ പിന്തുണ UDF-ന് ഗുണകരമാവുമെന്നും CH ഇക്ബാൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ.